ഹലോ ഗുഡ് ഈവനിങ്, വെൽക്കം ടു അഡ 24/7 മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ RRB NTPC പറ്റിയിട്ടും അതുപോലെ RRC ഗ്രൂപ്പ് ഡിനെ പറ്റിയിട്ടുമുള്ള ഒരു കമ്പാരിസൺ ആണ്. അതായത് നമുക്ക് RRB NTPC നമുക്കിപ്പം റീസെൻ്റ് ആയിട്ട് വിളിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് RRB NTPC. അപ്പോൾ RRB NTPCക്ക് പ്രിപ്പറേഷൻ എന്താണെന്ന് നമ്മളിപ്പം പ്രിപ്പയർ ചെയ്യുന്നത് അതേ രീതിക്ക് തന്നെ നമുക്ക് മതിയാവോ RRC ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്? അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി അടുത്ത് വരാനിരിക്കുന്ന റെയിൽവേ പരീക്ഷയാണ് RRC ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കിപ്പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ RRB NTPCയുടെ എക്സാം സമ്മറി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ്. ഇനി RRB NTPCയിൽ നമുക്ക് 2 പോസ്റ്റുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളും ഒന്ന് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളാണ്. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലാണെങ്കിൽ ലെവൽ 2ഉം ലെവൽ 3ഉം ആണ്. ഗ്രാജുവേറ്റ് ലെവലാണെങ്കിൽ ലെവൽ 5ഉം ലെവൽ 6ഉം ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ ഏതൊക്കെയാണ്? ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ടന്റ്, അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. അപ്പോൾ ഇത്രയാണ് ഗ്രാജുവേറ്റ് പോസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് ആകുമ്പോൾ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അതുപോലെ ട്രെയിൻസ് ക്ലർക്ക്. അപ്പോൾ ഇത്രയാണ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ലെവൽ 2, ലെവൽ 3, ലെവൽ 5, ലെവൽ 6 ഇത്രയും ലെവലുകളാണ് നമുക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള എക്സാമിന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഏകദേശം 11,000-ൽ പരം വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഗ്രാജുവേറ്റ് ലെവലിന് 8,113 വേക്കൻസീസും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന് 3,445 വേക്കൻസീസുമാണ് ഉണ്ടായിരുന്നത്. ഇനി നമ്മുടെ മോഡ് ഓഫ് എക്സാമിനേഷൻ ഓൺലൈൻ തന്നെയാണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഇതിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾക്ക് എനി ഗ്രാജുവേറ്റ്സും അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾക്ക് 12th ലെവൽ പാസുമാണ്, അതായത് 12th ലെവൽ ക്വാളിഫിക്കേഷനും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഏജ് ലിമിറ്റ് വന്നിട്ട് ഗ്രാജുവേറ്റ് ലെവലിനാണെങ്കിൽ 18 വയസ്സ് തൊട്ട് 36 വയസ്സ് വരെയും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിനാണെങ്കിൽ 18 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് വെച്ചാൽ CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സ്കിൽ ടെസ്റ്റ് ഉണ്ട്. ഇനി ലെവൽ 6 ആണെങ്കിൽ നമുക്കത് CBAT ഉണ്ടാവും, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ ടെസ്റ്റ്. ഇങ്ങനെയാണ് ആ ഒരു എക്സാം, ആ ഒരു സെലക്ഷൻ സ്ട്രക്ചർ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ NTPCയിൽ ഇപ്പോൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഇത്രയാണ്. ഇനി നമുക്ക് വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് RRC ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ ജോബ് റോൾ എന്ന് പറയുന്നത് ട്രാക്ക് മെയിൻ്റനർ ഗ്രേഡ് 4 ഉണ്ടാവും, ഹെൽപ്പർ ഓർ അസിസ്റ്റന്റ് ഉണ്ടാവും, അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ ഉണ്ടാവും. ലെവൽ 1 പോസ്റ്റുകളാണ്. ഇതെല്ലാം ലെവൽ 1 ആണ്. അപ്പോൾ RRB NTPC വിളിക്കുന്നത് ലെവൽ 2ന് മേലോട്ടുള്ളതും അതുപോലെ നമ്മുടെ ലെവൽ 1 പോസ്റ്റുകളെല്ലാം ഗ്രൂപ്പ് ഡി പോസ്റ്റുകളും ആയിരിക്കും. ഇത് അക്രോസ് ഇന്ത്യ ആണ് ജോബ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ഓൺലൈൻ തന്നെയാണ്. ആകെ ഒരൊറ്റ CBT പരീക്ഷയാണ് ഇതിലുണ്ടാവുക. 10th പാസ്സായിരിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. 10th പാസ്സായിട്ടുണ്ടാവണം. ഇനി ഏജ് ലിമിറ്റ് വരിക 18 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെ ആകും. ചിലത് 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയും ചിലത് 18 to 33 വയസ്സ് വരെയാണ് ആ ഒരു ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതൽ. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇനി നമ്മുടെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഒന്ന് CBT 1, നെക്സ്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ. ഇങ്ങനെയാണ് നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയർ പോകുന്നത്. ഇനി ഗ്രൂപ്പ് ഡിയിൽ എക്സാം സ്ട്രക്ചർ, ആ ഒരു എക്സാം പാറ്റേൺ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് ഡിയുടെ ആകെ ഒരൊറ്റ പരീക്ഷയാണ് നമുക്ക് വരുന്നത് അല്ലേ. അതിൽ ജനറൽ സയൻസ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്, മാത്സ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്, റീസണിങ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, അവയർനെസ് 20 ക്വസ്റ്റ്യൻ 20 മാർക്ക്. അങ്ങനെ ടോട്ടൽ 90 മിനിറ്റിനാണ് 100 ക്വസ്റ്റ്യൻ 100 മാർക്കിനാണ് വരുന്നത്. ഒറ്റ പരീക്ഷയാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സയൻസ് ഉണ്ട്, മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, കറണ്ട് അഫെയർ ഉണ്ട്. ഇനി
NTPC ആകുമ്പോഴോ നമുക്ക് ലെവൽ 1 CBT 1 CBT 2 ഉണ്ട്. ഇപ്പോൾ ബോത്ത് ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന് CBT 1 വന്നിട്ട് മാത്സ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, റീസണിങ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, അവയർനെസ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്, 90 മിനിറ്റിന് 100 ക്വസ്റ്റ്യൻ 100 മാർക്കിനാണ്. CBT 2 വരുമ്പോഴത്തേക്കും മാത്സ് 35 ക്വസ്റ്റ്യൻ 35 മാർക്ക്, റീസണിങ് 35 ക്വസ്റ്റ്യൻ 35 മാർക്ക്, അവയർനെസ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്, 90 മിനിറ്റിന് 120 ക്വസ്റ്റ്യൻ 120 മാർക്ക്. ഇങ്ങനെ CBT 1 ആൻഡ് CBT 2 എക്സാം സ്ട്രക്ചർ ഇങ്ങനെയാണ് NTPCക്ക് വരിക. ഇനി സിലബസ് നമുക്ക് ജസ്റ്റ് നോക്കാം. നമുക്ക് നമ്മുടെ മാത്സിലെ സിലബസ് നോക്കിക്കേ. NTPC സിലബസ് ആണ്. മാത്സിനകത്ത് വരുന്നത് നമ്പർ സിസ്റ്റം, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM, റേഷ്യോ പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ടെസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, എലമെൻ്ററി ആൾജിബ്ര, ജിയോമെട്രി, ട്രിഗ്നോമെട്രി, എലമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് എക്സെട്ര. ഇതുകൂടാതെ ഇൻ്റലിജൻസിൻ്റെ ആണെങ്കിലോ അനലോഗീസ്, സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, ബ്ലഡ് റിലേഷൻ, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, അനലിറ്റിക്കൽ റീസണിംഗ് ഉണ്ട്, സിലോജിസം, വെൻ ഡയഗ്രാം, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ, പസിൽസ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അതുപോലെ ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ, അങ്ങനെ വരുന്നൊരു സെറ്റാണ് നമുക്ക് റീസണിങ്ങിനകത്ത് വരിക. കറണ്ട് അഫയേഴ്സ് ആണെങ്കിലോ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വരുന്ന ന്യൂസ്, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, സ്പോർട്സ് പേഴ്സൺസ് ഉണ്ടാവും, ഇൻഡെക്സസ് ഉണ്ടാവും, അവാർഡ്സ് ഉണ്ടാവും, അപ്പോയിൻമെൻറ്റ്സ്, ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഇന്റർനാഷണൽ സമ്മിറ്റ്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആൻഡ് തീംസ്, മിലിറ്ററി എക്സസൈസസ്, CM ആൻഡ് ഗവർണേഴ്സ്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. കൂടാതെ ജനറൽ അവയർനെസ് ആണെങ്കിലോ നമുക്ക് ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ എക്കണോമിക്സ് എല്ലാം കൂടി ചേർത്തിട്ടുള്ളതാണ് അല്ലേ. അതിൽ നമുക്ക് കഴിഞ്ഞ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പ്രകാരമുള്ള ടോപ്പിക്കുകളാണ്. വൈറ്റമിൻസ് ഡിസീസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഡാംസ് ആൻഡ് മൗണ്ടെയിൻ റേഞ്ചസ്, നാഷണൽ പാർക്ക്, സോളാർ സിസ്റ്റം, ഫസ്റ്റ് ഇൻ ഇന്ത്യ, വേൾഡ് ഓർഗനൈസേഷൻസ്, കോമൺ അബ്രിവിയേഷൻസ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഫേമസ് പേഴ്സണാലിറ്റി ഓഫ് ഇന്ത്യ, സയൻസ് റിസർച്ച് ആൻഡ് ടെക്നോളജി, അതുപോലെ ഫ്രീഡം സ്ട്രഗിൾ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് ഉണ്ട്, ബാറ്റിൽസ് ഉണ്ട്, ഫെസ്റ്റിവൽസ്, ഫോക്ക് ഡാൻസസ്, കെമിക്കൽ നെയിംസ്, PH വാല്യൂസ്, അതുപോലെ യൂണിറ്റ്സ്, അങ്ങനെയുള്ള കുറേ വൈഡ് വെറൈറ്റീസ് ഓഫ് എന്താണ് നമ്മുടെ അവയർനെസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രകാരമാണ്. ഗ്രൂപ്പ് ഡി നോക്കിയാലും ഈ സെയിം തന്നെയാണ് കണ്ടോ. മാത്സ് നോക്കുകയാണെങ്കിൽ നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് സെയിം തന്നെയാണല്ലേ. ഒരു മാറ്റമില്ല, മറ്റേതിൽ നിന്ന് ഒരു മാറ്റമില്ല. അതുപോലെ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് നോക്കിയാലും മറ്റേതിൽ നിന്ന് ഒരു മാറ്റം നമുക്ക് ഇതിനകത്ത് വരുന്നില്ല, സെയിം തന്നെയാണ്. ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് NTPCക്കും ചോദിക്കാറുണ്ട് സയൻസോട് പ്രത്യേകം നമുക്ക് 25 മാർക്കിന് ചോദിക്കുന്നത് കൊണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് ഓഫ് 10th സ്റ്റാൻഡേർഡ് ലെവൽ നമുക്ക് മസ്റ്റാണ്. അതും CBSE എന്ന് പറയുന്നുണ്ട്, NCERT ലെവല്. ഇനി കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്താണ് നേരത്തെ പറഞ്ഞത് അതുപോലെ തന്നെയാണ്. അതിൽ ഹിസ്റ്ററിയും എക്കണോമിക്സും അതോ കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് ഉൾപ്പെടും. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ NTPCക്ക് പഠിക്കുന്നവർക്ക്, NTPCക്ക് ഇപ്പോൾ പ്രിപ്പറേഷൻസ് നടത്തുന്നവർക്ക് ഗ്രൂപ്പ് ഡി അതിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സെയിം കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷയാണ് ഗ്രൂപ്പ് ഡി. അപ്പോൾ ആ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ എക്സാംസ് എക്സാംസിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ. സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ NTPC സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് ഡിയുടെ ഇതും കൂടെ ചേർത്തിട്ട് ഉള്ള ഒരു പഠനമായിരിക്കണം. അതായത് നമ്മൾ ബേസിക് തൊട്ട് തന്നെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഗ്രൂപ്പ് ഡി എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് സാധ്യത കൂടുതൽ. നമുക്ക് ഒരുപാട് ഭയങ്കര കട്ടിയെല്ലാം ചോദിക്കില്ല, പക്ഷെ ബേസിക് ആണ്. ചിലർക്ക് നല്ല മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയായിരിക്കും, പക്ഷേ ബേസിക് ലെവലിൽ വരുമ്പോൾ അവർ അതായത് ഒന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബേസിക് തൊട്ടുള്ളത്, അതായത് കോൺസെപ്റ്റ്, പിന്നെ ബേസിക് ക്വസ്റ്റ്യൻ, പിന്നെ മോഡറേറ്റ്, ബേസിക്, ഈസി, മോഡറേറ്റ്, ഡിഫിക്കൽട്ട്, അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവുക. കാരണം 10ാം ക്ലാസ് തരം തൊട്ട് ഗ്രാജുവേറ്റ് ലെവൽ വരെ വരുന്നതാണ് നമുക്ക് റെയിൽവേ എക്സാമുകൾക്ക് ഇപ്പോൾ വിളിച്ചിട്ടുള്ള പോസ്റ്റുകൾ. അപ്പം അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ, ഒരേ കണ്ടന്റ് ആണ് പഠിക്കുന്നത്, ഒരേ കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടില്ല. പഠിക്കുമ്പോൾ ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിലുള്ള ഡിഫറൻസ് മാത്രമാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ബാച്ച് എന്ന് പറയുന്നത് RRB NTPCയുടെ ബാച്ച് നമുക്കിപ്പോൾ റീസെൻ്റ് ആയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. അപ്പോൾ ഇതിൽ 200 അവേഴ്സിൻ്റെ ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളും 30 ടെസ്റ്റ് സീരീസുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ 48 ബുക്കുകളും ഉണ്ട്. ഇനി ഗ്രൂപ്പ് ഡി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു ഫോമിൻ്റെ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ നിങ്ങൾ ഒന്ന്
എന്താണ് ഫോം ഒന്ന് ഫില്ലപ്പ് ചെയ്തിട്ടേക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മളതിന് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞുതരും. അതുപോലെ തന്നെ കറണ്ട് അഫെയർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് തൊട്ട് നമ്മളൊരു പെയ്ഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ചിൽഡ്രൻസ് ഡേ പ്രമാണിച്ച് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അവിടെ ഫ്രീ ആയിരുന്നു. പക്ഷേ ഇന്ന് തൊട്ട് നിങ്ങൾക്കിത് പെയ്ഡ് ആയിട്ടാണ് കിട്ടുന്നത്. അതായത് പെയ്ഡ് ക്ലാസ് ആയിട്ടാണ് കിട്ടുന്നത്. 10 അവേഴ്സിൻ്റെ ലൈവ് ക്ലാസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഒരു ഇ ബുക്കും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. 235 രൂപയാണ് ഇതിന് വരുന്നത്. അപ്പോൾ 340 നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ 195 രൂപയ്ക്ക് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അത് ഇന്ന് തൊട്ടാണ് ഈ പെയ്ഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതുകൂടാതെ നമുക്ക് റെയിൽവേക്ക് പ്രിപ്പറേഷൻസ് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ GK GS NCERT സിലബസ് പ്രകാരമുള്ള GK GSൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. കൂടാതെ RRB NTPC പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രാക്ടീസ് പേപ്പർ അവൈലബിൾ ആണ്. ഇതെല്ലാം 300 റുപ്പീസ് റേഞ്ചിനകത്ത് വരുന്നതാണ്. അതുപോലെ RRB NTPC CBT 1 എക്സാമിന് വേണ്ട ടെക്സ്റ്റും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഏത് ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നാലും നിങ്ങൾ Y340S കൂപ്പൺ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടി തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളായിരുന്നാലും ടെസ്റ്റ് സീരീസുകളായിരുന്നാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ബാച്ച് ആണെങ്കിൽ Y340 കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോവുക. കൂടാതെ നമ്മുടെ ഗ്രൂപ്പ് ഡി കൂടാതെ നമ്മുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തേക്കുക. നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ആപ്പ് ലിങ്ക് ഉണ്ടാവും. അത് ഇൻസ്റ്റാൾ കൊടുത്ത് ഗൂഗിൾ പ്ലേ സ്റ്റോറോ ആപ്പ് സ്റ്റോറോ വഴി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. എന്നിട്ട് സ്റ്റേറ്റ് എക്സാംസിൽ പോയി കേരള സ്റ്റേറ്റ് എക്സാംസിൽ പോയി നിങ്ങൾക്ക് റെയിൽവേ ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ് എക്സാംസിൽ പോയി റെയിൽവേസിൽ പോയി നിങ്ങൾക്ക് റെയിൽവേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ മറക്കാണ്ട് തന്നെ എല്ലാവരും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പിനകത്ത് നിങ്ങളിത് ലോഗിൻ ചെയ്ത് കയറുമ്പോൾ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ ഇതിന് ഈ ഹോം പേജിന് ഏറ്റവും താഴെയായിട്ട് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു ഒരു ടാബ് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടീച്ചേഴ്സിൻ്റെയും കമ്മ്യൂണിറ്റി പേജ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റി പേജ് കാവ്യ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതുപോലെ നിങ്ങൾക്കിപ്പോൾ വായിച്ചിലെടുക്കുന്ന ഫ്രീ PDF കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഓക്കെ, അത് മറക്കാണ്ട് തന്നെ ഫോളോ ചെയ്തേക്കാം. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടേത് നമ്മുടെ ആ ഗ്രൂപ്പ് ഡി ബാച്ച് നിങ്ങൾക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഒരു ഫോം ലിങ്ക് അറ്റാച്ച് ചെയ്തേക്കും. അതിൽ കയറി ഒന്ന് ഫോം ഫില്ല് ചെയ്തേക്കുക. അപ്പോൾ അതിന് പ്രകാരം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ച് സ്റ്റോറിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചുള്ള ബാച്ച് സ്റ്റോറിൽ വരും. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ RRB NTPC പഠിക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ പ്യുവർലി ഇതെന്താണ്, നമുക്ക് 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. 10th ലെവൽ പോസ്റ്റാണ്. അപ്പോൾ 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇനി വരുന്നൊരു വൻ അവസരമാണ് അല്ലേ. കഴിഞ്ഞ് 2019 വിളിച്ച ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞ ഏകദേശം 56,000-ഓളം വേക്കൻസീസോടുകൂടി വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. അതിൻ്റെ ഒരു വേക്കൻസി വരുന്നതൊക്കെ ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നാലും നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അത് നോക്കാം എത്രയാണെന്നുള്ളത്. എന്നാലും ഒരു അവസരം പോലും നമ്മൾ പാഴാക്കാണ്ട് അതിനുള്ള പ്രിപ്പറേഷൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോകാം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ പല ഡീറ്റെയിൽസുമായിട്ട് വരും. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാം. അതിന് പ്രകാരമുള്ള വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെയും താങ്ക് യു, ബൈ.